ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് തൃശ്ശൂർ വളാർക്കാവ് ഗാനം സിനിമാസിലാണ്. അപ്പൊ നാളെ എമ്പുരാനൊക്കെ ഇറങ്ങാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. വായോ. നമസ്കാരം, നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ വളാർക്കാവ് ഗാനം തിയേറ്റേഴ്സിലാണ്. അപ്പോൾ നമ്മളെ മുന്നിലിരിക്കുന്നത് ഈ ഗാനം തിയേറ്ററിന്റെ മാനേജറാണ് ഷൽ സാർ. ഹലോ സാർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നാളെ 27th ആണ്. അപ്പോൾ അറിയാമല്ലോ, മാർച്ച് 27th എന്താണ് പ്രത്യേകത? നമ്മുടെ എമ്പുരാനാണ് ഇപ്പോഴത്തെ സെൻസേഷൻ. ഓക്കെ, അത് വരാൻ പോവാണ്, അത് ഇറങ്ങാൻ പോവാണ്. ഒത്തിരി ഹൈപ്പോട് കൂടിയിട്ടാണ് എമ്പുരാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ തിയേറ്റർ ഓണേഴ്സ് എങ്ങനെയാണ് ഈ എമ്പുരാനെ വെൽക്കം ചെയ്യുന്നത്, എങ്ങനെയാണ് വരവേൽക്കുന്നത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എമ്പുരാന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന് ഓവർ ഹൈപ്പും ഉണ്ട്, നല്ലപോലെ ഹൈപ്പും ഉണ്ട്. ടിക്കറ്റ്സും ഓൾറെഡി എല്ലാം സോൾഡ് ഔട്ട് ആണ്. അപ്പൊ അത്രയധികം ജനങ്ങളെ നമ്മൾ എക്സ്പെക്ടേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പുതിയതായിട്ട് റിനോവേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ പുതിയതായിട്ടാണ് നമ്മുടെ തിയേറ്ററിൽ 4K RGB ലേസർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡോൾബി അറ്റ്മോസ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രീമിയം സീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ എമ്പുരാന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നു റിനോവേഷന് ശേഷം ആദ്യം ഇറങ്ങുന്ന മൂവിയാണ് എമ്പുരാൻ. അതെ, ഓക്കെ. ഇപ്പോ ബുക്കിംഗ് ഫുൾ ആയെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഡേയ്സ് കൊണ്ടാണ് ബുക്കിംഗ് ഫിൽ ആയത്? അതുപോലെ തന്നെ എത്ര ടൈം എടുത്തു? ഇപ്പോ ഒരു സെക്കൻഡിൽ 12,000 പേര് എന്നൊക്കെയാണ് കേട്ടത്. അപ്പോ എങ്ങനെയായിരുന്നു? ആക്ച്വലി നമ്മുടെ തിയേറ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബുക്കിംഗ്സ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ടത്. കാരണം നമ്മുടെ റിനോവേഷന്റെ പ്രോസസ്സ് കാരണം നമ്മൾ ജസ്റ്റ് ബുക്കിംഗ് ഇട്ട വഴിക്കേണ്ട ഒരു മിനിറ്റിലൊക്കെ അത്യാവശ്യം ടിക്കറ്റ് നമുക്ക് തരും. 1 മിനിറ്റിലാണ് പറയുന്നത്, ഓൺലൈനിലല്ല. അത് നമ്മൾ നൈറ്റാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത്. നൈറ്റിലാണ് നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അത് ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് അന്ന് അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ബുക്കിംഗ് തുടങ്ങിയ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ്സ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ ഒരു 60-70 ടിക്കറ്റ് ഒക്കെയാണ് പെട്ടെന്ന് ഒരു ഷോയ്ക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഹൈ ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉണ്ടാവുന്നത്. മുമ്പ് ഇതുപോലെ ഏതെങ്കിലും മൂവീസ് ഇങ്ങനെ തന്നെ വിജയുടെ മൂവീസിനൊക്കെ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതിന് മുകളിലേക്കാണ് ഇത് ഇപ്പൊ ട്രെൻഡ് കാണിക്കുന്നത്. അതെ, ഒത്തിരി ഹൈപ്പോടെ വരുന്ന മൂവി ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എത്ര കളക്ഷൻസ് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് ഇതൊരു ബ്രഹ്മാണ്ഡ മൂവി ആയിട്ട് മാറുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാനേജർക്ക്? കളക്ഷൻസ് എപ്പോഴും നമുക്ക് ജനങ്ങളുടെ കയ്യിൽ തന്നെയുള്ളൂ. സിനിമ ഇറങ്ങി നല്ല കണ്ടന്റ് ആണെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ജനങ്ങൾ എന്തായാലും എല്ലാ സിനിമകളും ഇവിടെ കേരളത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ട്. അതിൽ കളക്ഷൻസിനെ കുറിച്ച് അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ തിയേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മളങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ പോലെ നമ്മൾ നോക്കുന്നില്ല. കളക്ഷൻ എന്തായാലും തിയേറ്റേഴ്സിൽ ഒരു മീഡിയം എന്തായാലും കൺഫേം ആണ്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണ് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഒരു കളക്ഷൻ നേടിയൊരു മൂവി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എമ്പുരാനാണ് വരാൻ പോകുന്നത്. അപ്പൊ അത്രത്തോളം പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. സാർ ഇപ്പൊ ഇവിടുത്തെ മാനേജർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഈ ഇവിടുത്തെ ടിക്കറ്റ് വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒത്തിരി പേര് നോ പറയേണ്ട സാഹചര്യം ഉണ്ടായി കാണും. അപ്പൊ എന്താ ആൾക്കാരോട് നോ പറയേണ്ട അവസ്ഥ തന്നെയാണ്. കാരണം ടിക്കറ്റ്സ് എല്ലാം കൂടുതൽ ഓൺലൈനിലും, പിന്നെ ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ആൾക്കാർ ഓൾറെഡി വന്നിട്ട് കൗണ്ടറിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അഡ്വാൻസ് ടിക്കറ്റ് ആണ് എല്ലാം കൊടുത്തു പോകുന്നത്. അത് 2 ദിവസം 3 ദിവസത്തേക്ക് ടിക്കറ്റുകൾ ഇവിടെ കൊടുത്തു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൺ കോളൊക്കെ വരുമ്പോൾ ടിക്കറ്റ്സ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൂടുതൽ ആൾക്കാർ ഓൺലൈനാണ് ഇപ്പോഴത്തെ പ്രിഫർ ചെയ്യുന്നത്. ആൾക്കാർ ബുക്ക് മൈ ഷോയിലാണ് നമ്മുടെ ഓൺലൈനിന്റെ. ഒരു ഡേ എത്ര ഷോസ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ വെച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നമുക്ക് 5 ഷോ ഉണ്ട്. രാവിലെ 6 മണിക്ക് ഫാൻ ഷോ, പിന്നെ റെഗുലർ 4 ഷോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡിമാൻഡിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഷോസിന്റെ എണ്ണം കൂട്ടാം. ഓക്കെ, അപ്പൊ ചേട്ടന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ തിയേറ്റർ പുതുക്കൊക്കെ ചെയ്തു, സിനിമയൊക്കെ വരാൻ പോവാണ്, അത്യാവശ്യം ഹൈപ്പോട് കൂട്ടുള്ള സിനിമയാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും മിക്കത് എല്ലാ സിനിമകളും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ക്വാളിറ്റി തിയേറ്ററിൽ നിന്ന് മാത്രമാണ് കിട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തായാലും TV-യിൽ അങ്ങനെയൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മാക്സിമം വലിയ വലിയ സ്ക്രീനുകളിൽ, ബിഗ് സ്ക്രീന് അങ്ങനെല്ലാം തിയേറ്ററിൽ നിന്ന് കാണും. ഓക്കെ, അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളുടെ അടുത്തും സഹകരിച്ച ഒരു ഇന്റർവ്യൂ തന്ന ശരത്തേട്ടന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല പ്രതീക്ഷകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.